ചേലക്കരയെ ക്ലാസിക് ഫാഷൻ ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞോ? സ്വർണ്ണത്തെ വെല്ലുന്ന ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഒരു വലിയ ലോകം. ഇത് കണ്ടിട്ട് വന്നാലോ? ചെറിയ കമ്മൽ മുതൽ വിവാഹ ആവശ്യത്തിന് വരെയുള്ള ആഭരണങ്ങൾ ഇവിടെ സുലഭമാണ്. വലിയൊരു ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ മുതൽ മോതിരങ്ങള്, വളകള്, മാലകള്, പാദസരം വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡിൽ നമുക്ക് ഉണ്ടാക്കിയിടുന്ന ആഗ്രഹമുള്ള എല്ലാ ആഭരണങ്ങളും ഇവിടെ നിന്ന് കിട്ടും. ഗോൾഡിന്റെ വില നമുക്കറിയാലോ, കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റോൺ വെച്ച കാര്യങ്ങളൊക്കെ ഗോൾഡിൽ എടുക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും നമുക്ക്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു പേടിയില്ലാതെ ഗോൾഡിനേക്കാളും മാറ്റില് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ജ്വല്ലറി, ഇത് നാഗപട അല്ലേ, നാഗപടം പാലക്കയാണ് അല്ലെ, പാലക്കയിലാണ് വന്നിരിക്കുന്നത്. അത് നീറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പണിയാണ്, ഗ്രീൻ കളറില്. അതേപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള മാങ്ങ മുട്ടുമാലയാണിത്. സ്റ്റോണിലാണ്, റെഡ് സ്റ്റോണിലാണ് വന്നിരിക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്ക് പോകാനോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു മാലയാണ്. ഇത് സാരി വെയറിന്റെ കൂടെ, ട്രഡീഷണൽ വെയർസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതും സ്റ്റോണിൽ വരുന്നതാണ്. ഇപ്പോഴത്തെ മോഡലൊരു മാലയാണ് വരുന്നത്. റെഡ് സ്റ്റോൺ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ട്രഡീഷണൽ കളക്ഷനിൽ പെട്ടിട്ടുള്ള കാശിമാല. ഇതൊന്നും ഒരിക്കലും ഇത് ഫാഷൻ ഔട്ടായി പോകുന്ന ഒരു ആഭരണമല്ല. ഇതാണ് കാശിമാല. ഇതിന്റെ തന്നെ നമുക്കിതിന് മാച്ച് ആയിട്ട് തന്നെ വളയും കമ്മലും മോതിരവും എല്ലാ സെറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് മാച്ച് ആയിട്ടുള്ള വളയാണ് ഇതില്. അതുപോലെ തന്നെ ഈ നാഗപടത്തിന് മാച്ച് ആയിട്ടും വളയുണ്ട്. അതിന്റെ സെറ്റാണ് ഇത്. മോതിരം, വള, മാല അങ്ങനെ സെറ്റായിട്ട് നമുക്ക് എടുക്കാം. കമ്മല് നാഗപടത്തിൽ തന്നെ, പാലക്കൽ തന്നെ വേറെ മോഡല് മാംഗോ ഷേപ്പില് അല്ലെ, അങ്ങനത്തെ ഷേപ്പിലും വരുന്നുണ്ട്. ഇതിന് വലുതും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ കളക്ഷനിൽ പെടുന്ന ഒരു മാലയാണ്. കുറച്ച് ഹെവി ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണിത്. ഇതിന് മാച്ച് ആയിട്ട് വളയും ഇവിടുന്ന് അവൈലബിൾ ആണ്. വളയും കമ്മലും ഒക്കെ ലഭിക്കും നമുക്ക്. ഇത് നാഗപടത്തിൽ വരുന്ന, ഈ പാലക്കയിൽ വരുന്ന 2 വളകളാണ്. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാലയാണ് മുല്ലമുട്ടുമാല. മുല്ലമുട്ടുമാലയിൽ നമുക്ക് ട്രഡീഷണൽ വെയർ സെറ്റ്, സാരി സെറ്റ് മുണ്ടിന്റെ ഒക്കെ കൂടെ നമുക്കിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിന് മാച്ചായിട്ട് വളകളും വരുന്നുണ്ട്. ഇത് വേറൊരു കളക്ഷനാണ് വളയുടെ, നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള. ഇതൊക്കെ നമുക്ക് ഗോൾഡിൽ തീർക്കുമ്പോൾ നല്ല പണിക്കൂലിയും അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് വരും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇത് വീണ്ടും റീയൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ആരും ഗോൾഡ് അല്ലാന്ന് പറയൂല. ഹെവി ആയിട്ടുള്ള ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വരുന്ന ഒരു കളക്ഷനാണ് ഈ വള. ഇതിനൊപ്പം തന്നെ മാലകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല എന്താ പറയാ, വലിപ്പത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വളയാണ്. വയസ്സായവരും ചെറുപ്പക്കാരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് പതക്ക ചെയ്യാൻ. പണ്ട് കാലത്ത് വയസ്സായ അമ്മൂമ്മമാരുടെ മറ്റേ കഴുത്തിലൊക്കെ ഇത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പൊ ചെറുപ്പക്കാരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കളക്ഷനാണ് ഇത്. വൈറ്റ് സ്റ്റോണും ഉണ്ട്, ഇതിന്റെ റെഡ് സ്റ്റോണും ഉണ്ട്.
ജിംകി കമ്മൽ ഇഷ്ടപ്പെടാത്തവർ ആരും ഇല്ല അല്ലെ. അങ്ങനെ ഒരുപാട് കളക്ഷനാണ് ജിംകി കമ്മലുടെ, ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. സ്റ്റോൺ വെച്ചതുണ്ട്, അല്ലാത്തുണ്ട്, വലിപ്പമുള്ളതുണ്ട്, കുറച്ച് ചെറുത് മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറുതുണ്ട്. ഇത് കൂടാതെ സ്റ്റഡ് കമ്മലുകളും ഉണ്ട്, സ്റ്റോൺ വെച്ചതും ഉണ്ട്, സ്റ്റോൺ വെക്കാത്തുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പാലക്ക ചെയിൻ, അതേവിന്റെ മാച്ച് ആയിട്ട് വരുന്ന ഒരു കമ്മലാണ്. ജിംകിയിൽ തന്നെ കുഞ്ഞു കമ്മലുകളും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മുത്തുമാലകൾ, അതായത് കരിമണി മാലകള്. കുറച്ച് എല്ലാവരെയും ചോദിച്ചു വരുന്ന ഒരു കളക്ഷനാണ് കരിമണി മാലകൾ. ഇത് വലിപ്പം അനുസരിച്ചിട്ട് മാറ്റങ്ങളുണ്ട്. ഇത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട്, വൈറ്റ് മുത്ത് വെച്ചിട്ടുള്ള മാലയാണിത്. അതിൽ ഗോൾഡ് മിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്നുണ്ട്, റെഡിൽ വരുന്നുണ്ട്. ഇത് രണ്ടും ബ്ലാക്ക് ആണ്. ഇത് വലിപ്പം വ്യത്യാസമുണ്ട്, ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് കുറച്ച് ചെറുതാണ്, ഇത് കുറച്ചും കൂടി വലിപ്പം കൂടിയതാണ്. ഇനി ഇതിന്റെ തന്നെ റെഡ് വരുന്നുണ്ട്, ഇത് കുറച്ച് വലിപ്പത്തിൽ കിടക്കുന്ന ടൈപ്പാണ്. ഇനി അതിന്റെ ഒരു വേറൊരു മോഡലാണ് ഇത്. നമുക്ക് ഗോൾഡിൽ നമ്മൾ കുറെ കണ്ടിട്ടുള്ള ഒരു കളക്ഷനാണ്. നമ്മൾ കണ്ട കാശുമാലയുടെ നീളത്തിലുള്ള ടൈപ്പ്. സാധാ ചെയിനുകളുടെ വലിയൊരു ലോകമാണ് ഇവിടെ ഉള്ളത്. ഏത് തരക്കാർക്ക് വേണമെങ്കിലും, അതായത് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ആവശ്യമുള്ള ലെങ്ത്തിൽ ഇവിടെ അവൈലബിൾ ആണ്. അതും പല പല മോഡലുകൾ ഇവിടെ കാണാം. സ്വർണ്ണപാദസരം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് കാലുമിടാൻ പേടിയുള്ളവരുണ്ട്, പിന്നെ അത് ഇടാത്തവരുണ്ട്. അപ്പൊ അവർക്കായിട്ടൊരു സൊല്യൂഷനാണ് ഇവിടെ അടിപൊളി മോഡലിലുള്ള പാദസരങ്ങൾ കാണാം. ഇത് നോക്കി നോക്കൂ, ഇതൊരു വെറൈറ്റി മോഡൽ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയവർക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികളുടെ വളകളുടെ ഡിസൈൻസ് കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. സ്റ്റോൺ വെച്ചത് മുതൽ സാധാ വളകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് സ്റ്റോൺ ടൈപ്പ് ആണ്, ഇത് സ്റ്റോൺ വരുന്ന ടൈപ്പാണ്. ഒരു കുറച്ച് തടവള പോലത്തെ ടൈപ്പാണ്. ഇത് സിംഗിൾ വളകൾ, അതുപോലെ തന്നെ സാധാ വളകളും ഉണ്ട് കേട്ടോ ഇവിടെ.